ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിരുന്നു. സോ ഇന്ന് അത്യാവശ്യം ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോയുടെ ഗോൾ എന്ന് വെച്ചാൽ ഒരു സ്റ്റോറേജ് ഏരിയ സെറ്റാക്കുക, പിന്നെ വില്ലേജ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് രണ്ടാണ്. ഓക്കെ, അതായത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഞാൻ ഇത് നിങ്ങൾ ബാക്ക് കാണുന്നുണ്ടാവും. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു പാത്ത് പോലെ സെറ്റാക്കിയിട്ടുണ്ട് ഓഫ്ലൈനിൽ. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റോറേജ് ഏരിയ സെറ്റാക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. മെയിനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ലൈവ് ചെയ്തതിൻ്റെ ഉള്ളിലാണ്. ഞാൻ ജസ്റ്റ് പ്ലേസ് കാണിച്ചു തരാം എവിടെ ആക്കുന്നതെന്ന്. സോ ഇതാണ് നേരെ കാണുന്ന നമ്മൾ മെയിനിങ് ഏരിയ. ഞാൻ ഇവിടെ ചുറ്റുമാക്കിയത് അത്യാവശ്യം നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഇപ്പോൾ വരെ ആക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മളെ മെയിനിങ് ഏരിയ ആണിത്. സോ ഇവിടെ നമ്മൾ ഇങ്ങനെ അടിയിലേക്ക് കുറച്ച് മെയിൻ ചെയ്തതായിരുന്നു. നമുക്ക് അതൊന്ന് ആടുന്ന് മൂടിയിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോറേജ് ഏരിയ സെറ്റാക്കാം. ഓക്കെ, അതാണ് ഇപ്പോൾ നിലവിലെ പ്ലാൻ. അതാണ്. ഓക്കെ, അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും ഗൈസ്. അവിടെ ഒരു കോളുണ്ട്. കോൾ അത്യാവശ്യമാണ്. നമുക്ക് കുറച്ച് കോളൊന്ന് മൈൻഡ് ചെയ്യാം. ഏതായാലും കോൾ എന്തായാലും ഭയങ്കര അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം അത്ര വലിയതല്ല. പിന്നെ വില്ലേജ് എന്ന് വെച്ചാൽ ഞാൻ ആർത്തേക്ക് നെതർ പോർട്ടൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഫ്ലൈനിൽ പോയപ്പോൾ നമുക്ക് വില്ലേജിൻ്റെ കോർഡിനേഷൻ കിട്ടി. സോ ഞാൻ വൈയും XYZ അല്ലേ, അപ്പം എക്സ് ഡിവൈഡ് ബൈ 8ഉം Z ഡിവൈഡ് ബൈ 8 ചെയ്തിട്ട് എനിക്ക് ഞാൻ നെതറിൽ ഒരു പോർട്ടൽ സെറ്റാക്കി കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടേക്ക്. ഓക്കെ, അവിടെ ഒരു പോർട്ടൽ ഇപ്പം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഏതായാലും ഓക്കെ, നമുക്ക് ഏതായാലും ഈ കോൾ എടുത്ത സ്ഥലം ഒന്ന് മൂടി വെക്കാം. എന്ന് വെച്ചാൽ ഭയങ്കര ബോറായിരിക്കും അവിടെ കുഴി പോലെ ഉണ്ടാകുമ്പോൾ. ഓക്കെ, ഇവിടെ നെതറാക്ക് വെക്കാം. ബാക്കി മേലെ ഒരു ലെയർ നെതറാക്ക് വെക്കാം. അതായിരിക്കും ദാറ്റ്സ് ഓ ബെറ്റർ അല്ലേ. ഓക്കെ, അവിടെ ഒന്ന് അതിൻ്റെ ഇടയിലൊന്നും ഒന്നും കൂടി. ഓക്കെ, നമുക്ക് അതിൻ്റെ അടുത്ത് സ്മെൽറ്റ് ചെയ്ത സ്റ്റോൺ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഉണ്ട് കേസ്. ഒരു 5 ഉണ്ട്. 5 കൊണ്ട് നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, 1 2 3 ഇവിടെ അവിടെ ഒന്ന് വേണം. പിന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ മേലാണ്ട്. അപ്പം ഒന്ന് മിസ്സിങ് ആണ്, കുഴപ്പമില്ല ഗൈസ്. നമുക്ക് അവിടെ തൽക്കാലം ഒരു ടോർച്ച് അവിടെ സെറ്റ് ആകാം. എന്നിട്ടാകുമ്പം ദാറ്റ്സ് സോ കൂൾ. അല്ലെങ്കിൽ ഒരു ബോറായിരിക്കും ഇങ്ങനെ കയറി വരുമ്പോൾ. ഇവിടെ ഒരു ടോർച്ച് വെക്കാം. സീനില്ല, നമുക്ക് ഇതിൻ്റെ ഇത് കളയാം. ലൈറ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ല, അത് എടുക്കട്ടെ. ഓക്കെ, അപ്പം ഇവിടെ മെയിൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ 2 ബ്ലോക്ക് മെയിൻ ചെയ്യണം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഈ കുഴിയൊന്നും മൂടാമെന്നുള്ളതാണ്. സോ നിങ്ങൾക്കറിയാം ബെഡ് റോക്കിൽ ടൈം ലാപ്പില്ല. സോ ഞാൻ ഇവിടെ ഒരു 3 ബ്ലോക്ക് ഇടവിട്ടൊന്ന് മെയിൻ ചെയ്തതിന് ശേഷം കാണാം. സോ ഗൈസ്, നമ്മൾ മെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സൈഡ് ഇപ്പോൾ നമ്മൾ ഒരു 3 ബ്ലോക്ക് വിട്ടിട്ട് അങ്ങോട്ടേക്ക് മെയിൻ ചെയ്തു. അവിടെ ഉണ്ടായ അടിയിലേക്ക് മെയിൻ ചെയ്തു പോയതാകുമ്പോൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ കല്ലൊക്കെ വെച്ച് ഇതാക്കിയിട്ടുണ്ടാവും. ഇനി ഇവിടെ ഒരു 3 ബ്ലോക്ക്, അതായത് 1 2 3 അത് അങ്ങോട്ടേക്കൊന്ന് മെയിൻ ചെയ്ത് പോകണം. സോ നമുക്കിത് മെയിൻ ചെയ്തതിന് ശേഷം കാണാം. ഓക്കെ, ഇവിടെ അത്യാവശ്യം ലൈറ്റൊക്കെ വേണം, അല്ലെങ്കിൽ മോബ് വരും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഇവിടെ വലിയൊരു ഹാൾ പോലെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പിന്നെ ഇപ്പം വലിയ ഡിസൈൻ ആക്കാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് ഒരു സ്റ്റോറേജ് ഏരിയ എന്നുള്ള ഇത് ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, ഇനിയുള്ള പരിപാടിയാണ് ചെസ്റ്റ് സെറ്റ് ചെയ്യൽ. ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇവിടെ 2 ബ്ലോക്ക് ലാർജ് ചെസ്റ്റ് ഇല്ലേ, 2 ചെസ്റ്റാകുമ്പോൾ ലാർജ് ചെസ്റ്റാകും. അപ്പോൾ ഇവിടെ എക്സ്ട്രാ വരുന്ന ഈ ഒരു ബ്ലോക്കിലാകുമ്പം മറ്റേ ഫ്രെയിം വെച്ചിട്ട് ഐറ്റംസ് എന്തൊക്കെയാണ് അല്ല ഇത് അങ്ങനെ സോർട്ട് ചെയ്യാനാണ്. അത് ഏതായാലും ഇപ്പം ചെയ്യുന്നില്ല. കുറേ ലെതർ ആവശ്യമുണ്ട്. ലെതറൊന്നും ഇല്ല ഗെയിമിൽ. അപ്പോൾ അതൊക്കെ സെറ്റായിട്ട് നമുക്കാകാം. സോ ഞാൻ ഇവിടെ ഒരു വുഡ് ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത് 3 സ്റ്റാക്കോളം വുഡ് വരുന്നുണ്ട്. 3 സ്റ്റാക്കിന് മേൽപോട്ടുണ്ട്. സോ നമുക്കൊരു 32 ആ ഒരു റേഞ്ചിൽ ചെസ്റ്റ് വേണ്ടി വരും. ഇപ്പോൾ ഒരു 32 പോരായിരിക്കും. ഒരു 1 സ്റ്റാക്ക് എന്തായാലും 1 സ്റ്റാക്കും കുറച്ചും വേണ്ടി വരും. ഇപ്പം തന്നെ ഞാൻ 30 ആക്കിയിട്ട് ഇവിടെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഫസ്റ്റിന് വെച്ച് തുടങ്ങാം. ഓക്കെ, ആ ടോർച്ച് നമുക്കൊന്ന് എടുക്കാം, ഇല്ലെങ്കിൽ ശരിയാവില്ല. സോ ഇത് ഈസിയാണ്, വലിയ സീനൊന്നുമില്ല. ചെസ്റ്റൊക്കെ വെച്ചാൽ അറിയാമല്ലോ, അതില്ല കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്. ഇതിങ്ങനെ മെയിൻ ചെയ്ത് ഇവിടെ ഹാളാക്കലായിരുന്നു ഭയങ്കര ചൊറയായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സ്പീഡിൽ ചെസ്റ്റൊക്കെ ജസ്റ്റ് ക്രൗച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, സീനൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ലൈറ്റിന് വേണ്ടി വെച്ച് ടോർച്ച് ഇതാക്കണം. നമുക്ക് ഏതായാലും അയൺ ഫാം ആക്കിയതിന് ശേഷം നമുക്ക് ലാൻഡ് വെക്കാം. ഫുള്ള് ലാൻഡേണിനെ കൊണ്ടൊരു കളി കളിക്കാം നമുക്ക് ഇവിടെ ഫുള്ള് വെച്ചിട്ട്. ഓക്കെ, ഇതായിരുന്നു ഫൈനൽ. ഇവിടെ വെച്ചു. ഓക്കെ, നമുക്ക് ഇപ്പുറം സ്റ്റാർട്ട് ചെയ്യണോ? അല്ല, നമുക്ക് ഏതായാലും ബാക്കി 6 നമുക്ക് അതിൻ്റെ ടോപ്പിൽ തന്നെ വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, ഷിറ്റ്. ഓക്കെ ഗായ്സ്, ലൈറ്റ് ഇല്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. നമുക്ക് ലാസ്റ്റ് കുറച്ച് മിനിറ്റ് ആകുമ്പോൾ അവിടെ ലൈറ്റ് വെക്കുക, ടോർച്ച് സെറ്റ് ചെയ്യാം. സോ ഇതേപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡും സെറ്റാക്കാനുണ്ട്. സോ ഗൈസ്, ഞാൻ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ടാരാ, നൈസല്ലേ. ഞാൻ ലൈറ്റും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബോറായിരിക്കും. ഇനി ഫ്രെയിം വെക്കലാണ് പരിപാടി. ഫ്രെയിം വെക്കാൻ ഇപ്പം നിലവിൽ ഗെയിമിൽ ലെതറില്ല. സോ ഫ്രെയിം ഇപ്പം വെക്കുന്നില്ല ഗൈസ്.
ഇനി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വില്ലേജ് കാണിച്ചു തരാം. വില്ലേജ് ഞാൻ പോർട്ടൽ കണക്ട് ചെയ്തിട്ടുണ്ട്, വലിയ പണിയൊന്നുമില്ല. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റോറേജ്. നമുക്ക് കുറേ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വലിയ സ്റ്റോറേജ് ഏരിയ സെറ്റാക്കാം. പിന്നെ ഈ സെർവർ ഞാൻ പബ്ലിക് ആക്കണമെന്നുള്ള ആലോചനയിലാണ്. പക്ഷേ നമ്മൾ പബ്ലിക് ആക്കിയ ഫുൾ ഡിസ്ട്രോയ് ചെയ്യണം കുറേ ആൾക്കാർ വന്നിട്ട്. അതാ ചോറ. അതായത് നമുക്ക് ഈ നൈറ്റ് സ്കിപ്പ് ചെയ്തതിന് ശേഷം പോർട്ടൽ വഴി പോകാം. സ്ലീപ്പ് ഓക്കെ ഗൈസ്. നമുക്ക് ഏതായാലും എനിയിലൊരു അടി നെതർ വഴി നമുക്ക് വില്ലേജിലേക്ക് പോകാം. എന്ന് വെച്ചാൽ എന്തോ ഭാഗ്യമായിരുന്നു ഞാൻ ആ കോർഡിനേഷൻ എഴുതിയെടുത്തത്. സോ കോർഡിനേഷൻ എഴുതിയെടുത്തുകൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ നെതർ. നമ്മൾ ഈ ഷെയ്ഡറില്ല, അത് ഞാൻ പറയാൻ വിട്ടതാണേ. ഈ ഷെയ്ഡർ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞാണ്, ലക്കി. ഓക്കെ, ലക്കി പറഞ്ഞിട്ട് ഓൻ കുറച്ച് കോമ്പിനേഷൻ പറഞ്ഞു തന്നായിരുന്നു. ആനിമേഷൻ കിട്ടിയിട്ടില്ല എനിക്ക്. ഓനൊരു ആനിമേഷൻ അങ്ങനെ എന്തോ പറഞ്ഞു. പിന്നെ കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞൊരു സാധനം കൂടിയും പറഞ്ഞായിരുന്നു, അതും കിട്ടിയിട്ടില്ല. ഇത് ബെയർബോൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡറാണ്. ദാറ്റ്സ് സോ കൂൾ, എനിക്കിഷ്ടപ്പെട്ടു. സോ ഇത് ഞാൻ നൈസിൽ സെർവറിലേക്ക് ആഡ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ എൻ്റെ ഇൻവെൻട്രിക്കിനെ ഫുൾ ബ്ലാക്ക് ആക്കി. അത് എല്ലാവർക്കും അറിയാം, ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇൻവെൻട്രി ബ്ലാക്ക് ചെയ്തു അങ്ങനെയൊക്കെ. സോ ഇവിടെയുള്ള ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ പിക്കാക്സ് ചെയ്യാനായി. ഡയമണ്ട് പിക്കാക്സ് അങ്ങനെ യൂസ് ചെയ്യാനും കഴിയില്ല. ഓക്കെ, വെറുതെ ഡയമണ്ട് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. സോ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ ലൈവ് പറഞ്ഞായിരുന്നു, ഇതിനെന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഇവിടുത്തെ ലാഗ് എന്ന് വെച്ചാൽ ലാഗല്ല, ലോഡിങ്. അതായത് നെതറിലേക്ക് പോകാനുള്ള ലോഡിങ് ഭയങ്കരമാണ്. അതേപോലെ നെതറിൽ നിന്ന് കീയുമ്പോൾ ഉള്ള ലോഡിങ്ങും ഭയങ്കരമാണ്. സോ ജസ്റ്റ് അത് എങ്ങനെയെങ്കിലും ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. സോ ഇത് നിങ്ങൾ തന്നെ ഇപ്പം തന്നെ നോക്കാം, എത്ര സെക്കൻഡ്സായി, എത്ര ഇതായി. ഓക്കെ, ഇപ്പോൾ 1 മിനിറ്റ് ആവാനായി ഏകദേശം. അതിൽ അര സെക്കൻഡായി എന്തായാലും. കടന്നിട്ട് സംഭവം ലോഡിങ് സെറ്റാവുന്നില്ല. പക്ഷേ ഗെയിം ക്രാഷ് ആവുന്നൊന്നുമില്ല, ജസ്റ്റ് ലോഡ് ആവാൻ ടൈം എടുക്കുന്നതായി. ലോഡായി എന്നോട് നമുക്ക് നെതറിലേക്ക് കയറാം. ദിസ് ഈസ് ബെഡ് റോക്ക് ഗൈസ്. ബെഡ് റോക്കിൻ്റെ ചൊറയാ തോന്നുന്നു. പിന്നെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. നെതറിൽ ഞാൻ ആക്ഷൻ ഡിബ്രി മെയിൻ ചെയ്യുന്ന ടൈം കുറച്ച് ഇതുണ്ടാക്കി, ബെഡ് ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ നിന്നു. ഓക്കെ, ബെഡ് ആക്കി ചെയ്യാൻ നിൽക്കുമ്പം ഓക്കെ നെതറിൽ ലോഡായിട്ടുണ്ട്. ഓക്കെ, കുറേ ടൈം എടുത്തില്ലേ. ഓക്കെ, ബെഡാക്കി ചെയ്യാൻ നിന്ന ടൈം ഇവിടെ സംഭവം ബെഡിൽ പൊട്ടിത്തെറിക്കുന്നില്ല. ബെഡ് 1.21 പൊട്ടില്ല, എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. സോ ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്, ഒരു സ്പോണർ ഉണ്ട്. ഓക്കെ, നമുക്ക് ആ സ്പോണറിലൊന്ന് സ്പോൺ ചെയ്യാം. ചത്ത വീണ്ടും ഓവർവേളിലേക്കോ നെതറിലേക്ക് ലോഡ് ചെയ്യാൻ ഭയങ്കര പണിയായിരിക്കും. പാടെ റീസ്പോൺ സെറ്റ് ചെയ്യാം. അത് ഞാൻ ചത്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രം ആക്കിയതാണ്. ഓക്കെ, ഇവിടെ ഞാൻ അത്യാവശ്യം കുറച്ച് സ്ഥലം വരെ പാത്താക്കിയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് സ്ഥലം വരെ പാത്താക്കിയിട്ടുള്ളൂ. ബാക്കി ആക്കണം. അത്രയും നേരെ ബ്രിഡ്ജ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം. സോ ഇതിപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതും കൂടി ആയാൽ ഇവിടെ എൻ്റെ എത്തി. ഇനി നമ്മൾ ഇതുവഴി നേരെ അങ്ങോട്ടേക്ക് ബ്രിഡ്ജ് ചെയ്യാനാണ് പ്ലാൻ. ഇതിപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഇതുവഴിയാണ് പോകേണ്ടത്. ഇതിപ്പം ബ്രിഡ്ജ് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് നൈസായിരിക്കും. ഓക്കെ, നെതർ സെറ്റാവും. അതിനാണ് ഞാൻ അങ്ങനെ വെച്ചത്. സോ നമുക്ക് ഏതായാലും ഓടാൻ ഗൈസ്. ഇവിടെ മറ്റേ പിഗ്ലിങ്സ് ഇല്ലേ, മറ്റേതല്ല, സോംബി പിഗ്ലിങ്സ് അല്ല, മറ്റേ ടൈപ്പ് ടീം എന്നെ കണ്ട് തന്നെ കൊല്ലും ഗൈസ്. തീ ചത്തു 3 ഹേർട്ട്, 3.5 ഹേർട്ട്, 4 ഹേർട്ട്. മറ്റേ പന്നിയും വരുന്നതിൻ്റെ ഇടയിൽ പുറപ്പെടപ്പെടാ. ഒരു ഹേർട്ട്. ഒരു കൊത്തും കൂടെയും കിട്ടിയ സീനായി തീർന്നു ഗൈസ്, പടമാവും. ഓക്കെ, ഒന്ന് കൊടുത്തു നോക്കാം. ഒരു ഹിറ്റും കൂടി കൊടുത്ത ചാവായിരിക്കും. ഓക്കെ ഗൈസ്, എന്തോ ഭയത്തിന് ഒരു ഹേർട്ടിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ടൈം ഒട്ടും കടയില്ല. ഇവിടെയായിരുന്നോ? അതെ, അതിനുള്ള ഇവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഗൈസ് ആ പോർട്ടൽ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആരും വരുന്നില്ല. ഇതാണ് പോർട്ടൽ. കാണാത്തൊരു കണ്ടോളാം. ഫുഡ് അടിക്കട്ടെ, ഹെൽത്ത് കൂടട്ടെ. ഓക്കെ, ഇനി ഇവിടെ അതേ ലോഡിങ് വരും. കണ്ടു, ഓവർ വേൾഡിലേക്ക് പോകുമ്പോൾ ഉണ്ട് നല്ല ലോഡിങ്. ഇത് ഞാൻ ഇപ്പം ഇനി അടുത്ത എപ്പിസോഡിൻ്റെ ഗോളെന്ന് വെച്ചാൽ ഒന്നിക്കൊരു ഫോർട്രസോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഞാനും നമ്മുടെ റാസറും കൂടിയിട്ട് ഒരു അയൺ ഫാം സെറ്റ് ചെയ്യാം. അയൺ ഫാം സെറ്റ് ചെയ്യാൻ ഭയങ്കര പണിയാണ് ബെഡ് റോക്കിൽ. അറിയാം, ബെഡ് റോക്ക് കളിക്കുന്നവർക്കെല്ലാം അറിയായിരിക്കും. അയൺ ഫാമിന് 20 വില്ലേജേഴ്സോളം വേണം. ലാഗായിരിക്കും. ഞാൻ 2 വില്ലേജറിനെ അവിടെ പിടിച്ച് പൂട്ടിയിട്ടെല്ലാം ഉണ്ട്. ഞാൻ ഓൾറെഡി നെതർ വഴി അങ്ങോട്ടേക്ക് പോയി. സോ 2 വില്ലേജറിനെ പൂട്ടിയിട്ടുണ്ട്. അതൊന്നും ലോഡാവത്തേ. ഓക്കെ ഗൈസ്, ഇറ്റ്സ് ലോഡ്. ഓക്കെ, ഇതാണ് ഗൈസ് വില്ലേജ്. ഇത് കത്തിയതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇങ്ങോട്ടേക്ക് പോർട്ടലേക്ക് കണക്ട് ചെയ്തത്. എൻ്റെ ഫ്ലിൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ നൈറ്റ് സ്പെൻഡ് ചെയ്യും പറയാണ്ട് അവിടെ ഒരു തീയും കൊടുത്ത് ഞാൻ കടന്നുറങ്ങി. അങ്ങനെ എത്തിയതാണ്. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു, അല്ലേ, വെറുതെ ഒന്ന് എടുത്തു. സാറിലെ ഗൈസിൻ്റെ ഉള്ളിലാണ് ഞാൻ വില്ലേജറിനെ പൂട്ടിയിട്ടുള്ളത്. വില്ലേജ് ഞാൻ വെച്ചിട്ടാണ് അത്യാവശ്യം വലിയ വില്ലേജാണ്. ബട്ട് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ വില്ലേജിൽ ബ്ലാക്ക് സ്മിത്ത് ഇല്ല ഗൈസ്. ബ്ലാക്ക് സ്മിത്തേ ഇല്ല ഗൈസ്. ഞാൻ ഫുള്ള് അരിച്ച് പുറക്കി, എല്ലാം ഞാൻ ലൂട്ടും ചെയ്ത്. ഈ വില്ലേജ് ഒരു ദാരിദ്ര്യം പിടിച്ച വില്ലേജാണ്. പക്ഷേ വലിയൊരു വില്ലേജാണ്. ദാരിദ്ര്യവാസികളാണ് ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ എനിക്ക് ആ ഗാർഡൻ കിട്ടിയത്.
കുറച്ച് ബ്രെഡും അങ്ങനെ ബ്രെഡ് ആപ്പിൾ മാത്രമാണ്. ഓക്കെ, പിന്നെ 7 പൊട്ടാറ്റോയും കിട്ടിയായിരുന്നു. ക്യാരറ്റ് അവിടെ ഫാം ചെയ്തതിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ഫുഡിന് വേണ്ടി എടുത്തായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ. അല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല. എല്ലാം അറിയാമല്ലോ, ദാരിദ്ര്യവാസികളാണ് ഗൈസ്. പക്ഷേ വില്ലേജിൻ്റെ വ്യൂ ആ മോനെ, വ്യൂ നൈസ് വ്യൂ ആണ്. ടോപ്പ് നല്ല നോക്കുന്ന കാണണോ. ഓക്കെ, ഐ തിങ്ക് ഇവിടെയാണ് എൻ്റെ വിചാരം. ഇവിടെ കൂടിയേ ഉള്ളൂ ഗൈസ്. ഇതിൻ്റെ മേലെ കയറി ഇവിടെ നമുക്ക് ലാസ്റ്റ് വില്ലേജ് കാണാം. ഓക്കെ, ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, നൈസ് വില്ലേജാണ്. വില്ലേജ് നൈസാണ്, പക്ഷേ നല്ല ലൂട്ടും കൂടി ഉണ്ടായാൽ പിന്നെ മച്ചാൻ്റെ സെറ്റ് വില്ലേജ് ഇത്. ഓക്കെ, ഇവിടെ നല്ല 2 വലിയ ഹൗസാണെന്നുണ്ട്. ഞാൻ ഇത് മാത്രമേ ലൂട്ട് ചെയ്തിട്ടില്ല. ആ ടൈം ഞാൻ ചത്തിട്ട് വീണ്ടും എൻ്റെ വേൾഡ് നമ്മുടെ സ്പോണിലേക്ക് പോയി. പിന്നെ ഞാൻ പോകാൻ നിന്നിട്ടില്ല. ഓക്കെ, എന്നാൽ ഓക്കെ ജെയ്സി, ഇവിടെ കുറച്ച് ഹേവേലും കൂടി ഉണ്ട്. ഈ ഹേവേലും കൂടി എടുക്കാം നമുക്ക്. പശു പോവോ? വേണ്ട, റിസ്ക് ഉണ്ട്. പശുവിനെ ആ വില്ലേജർ കഷ്ടപ്പെട്ട് പിടിച്ചിട്ടായിരിക്കും. അവരുടെ കഷ്ടപ്പാടിനെ നമ്മൾ മാനിക്കണ്ടേ. ഓക്കെ, നമുക്ക് ഈ ഹേവേലൊന്ന് ഫുള്ള് കളക്ട് ചെയ്തേക്കാം. നമുക്ക് പുറത്തേക്ക് പോകണം. അവിടെ ഗേറ്റൊന്നുമില്ല. ഈ പശു പോകുന്നുമില്ല ഇവിടുന്ന്. പശു ഓക്കെ, നല്ല പശു, ഗുഡ് പശു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലും കൂടി വില്ലേജ് ഉണ്ടോ? അവിടെ ചെറിയൊരു പാത്ത് പോലെ കാണുന്നുണ്ട് മറ്റേ മേലിൽ ഭാഗത്ത്. നമുക്കൊന്ന് ടോപ്പിൽ കയറി നോക്കാം വില്ലേജ് ഉണ്ടോ. അഥവാ ആടെയാട്ടം ഭാഗ്യത്തിനൊരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ടെങ്കിലോ. ഞാൻ താഴെല്ലാം ഫുള്ള് തപ്പിയതാണ്. ആടെയൊന്നും ബ്ലാക്ക് സ്മിത്ത് ഇല്ല. ഇത് നടക്കൂല, നടപടി ആവില്ല. ശവലും ഇല്ല കൈമേൽ. ഓക്കെ, ബിൽഡിംഗ് ബ്ലോക്കും ഇല്ല, ശവലും ഇല്ല മേലേക്ക് പിടിച്ച് ചെയ്യാം. നമുക്ക് തൽക്കാലം കൈനെക്കൊണ്ട് ഇത് ഡേർട്ട് എടുത്തിട്ട് പോവാം. ഓക്കെ, ഇവിടെ ഒരു ഫെൻസ്, ഇവിടെ ഒരു ഫെൻസും കുറച്ച് ആടുകളും, 2 ആടുകളും ഫെൻസും. ഓക്കെ, നമുക്ക് ഫുഡ് രണ്ടിനെയും തീർക്കണം. ഓക്കെ, എനിക്കൊന്നും അറിയില്ല. ഈ ആടുകളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ കൈമേലെ കത്തിക്കിങ്ങനെ ഉറപ്പുണ്ടാവില്ല. ഫുഡ് അടിക്കുന്ന മേലേക്ക് ഏറ്റവും ടോപ്പ് കയറി നോക്കാം. നല്ല വ്യൂ എങ്ങനെയുണ്ട്. ഞാൻ ആടെ കയറിയിട്ട് വ്യൂ എത്താം. നമ്മളിവിടെ 5 ഡേർട്ട് ഉണ്ട്, നേരത്തെ മെയിൻ ചെയ്തെടുത്ത്. ഓക്കെ, നമുക്കത് എടുത്തിട്ട് മേലേക്കൊന്ന് ബ്രിഡ്ജ് ചെയ്യാം. ബ്രിഡ്ജല്ല, ജസ്റ്റ് മേലേക്കൊന്ന് ബ്ലോക്ക് പോവാം. ദാറ്റ്സ് സോ കൂൾ. ഓക്കെ, ഞാൻ പിന്നെ അത്യാവശ്യം പാർക്കോർ പ്രോ ആയതുകൊണ്ട്. ഓ ഗൈസ്, ഇത് നൈസ് കേട്ടോ, നൈസ് സാധനം. പക്ഷേ ടോപ്പിലൊരു വില്ലേജ്. ഓക്കെ, ഇവിടെ നിന്ന് ഇത് ഉടമസ്ഥൻ, ഇത് വില്ലേജിൻ്റെ നാഥൻ. അയാൾ ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ വാ വാട്ട് എ സീനറി അല്ലേ. എന്തെങ്കിലും ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ ഗൈസ്? ഇവനൊരു ദാരിദ്ര്യവാസി തന്നെ. എല്ലാം ദാരിദ്ര്യവാസികൾ തന്നെ. ചെറിയ വീട്, നൈസ് ആംബിയൻസ് കേട്ടോ ഈ വില്ലേജ്. ഇല്ല അറിയാം, ലുക്കല്ലേ സാധനം. ഇനി ഇവിടെ താഴേക്ക് പോക്കാണ് റിസ്ക്. നമുക്ക് തുള്ളി പോകണം. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ജസ്റ്റ് ഉള്ള പാർക്കോർ. യെസ്. ഓക്കെ, നോ നമുക്ക് ആ വീട്ടിൻ്റെ മേലേക്ക് എടാ അറിഞ്ഞും കൊണ്ടായതല്ല, അറിയാണ്ടായതോ. ഓ പശു ബാക്കീനോ കീയില്ല, പേടി, ഭയം. ഇവിടെ നിന്ന് തുള്ളിയ ചാകും. സോ ഇവിടെ നിന്ന് മെല്ലെ അതുവഴി ആ സൈഡ് വഴി ചെയ്യാം. ഈ വില്ലേജ് കീയൽ ഇത്ര ചൊറയാണ്. നമുക്ക് ഏതായാലും ഈ സൈഡിലേക്ക് തുള്ളാം. ഓ ഷിറ്റ്, ഞാൻ ഉദ്ദേശിച്ചോടെ തുള്ളാങ്ങില്ല. നമുക്ക് ഏതായാലും ഹെൽത്ത് ഫുള്ളാക്കാം ഫുഡ് അടിച്ചിട്ട്. ഓക്കെ, ഇവിടെ വെള്ളമാണ് തോന്നുന്നത്. അത് വെള്ളം തന്നെയല്ല എടാ. ഓക്കെ, അടുത്തേക്ക് കൊള്ളാം. നൈസ്, ഹെൽത്തൊന്നും കുറഞ്ഞില്ല ഗായ്സ്. വീണ്ടും ഫുഡ് എടാ, എത്ര പന്നി, ഫുൾ ഓഫ് പന്നി കൃഷി ഗൈസ്. വില്ലേജേഴ്സിൻ്റെ സൈഡ് ബിസിനസ്സാണ് പന്നിക്കൃഷി. ഇപ്പോൾ പുറത്തേക്ക് ഓരോന്നായിട്ട് കഴിഞ്ഞാൽ ഓരോന്നിനെ ഞാൻ തീർത്തോളും. കീയട ശരി, ഇവിടുന്ന് കൊല്ലാനും കഴിയുന്നില്ല. തുള്ളിയിട്ടൊന്ന് അടിച്ചു നോക്കാം നമുക്ക്. അത് നടക്കും. കൊള്ളുന്നില്ല. ഉള്ളിൽ കയറിയിട്ട് വരുന്നടാ കാലമാടന്മാരെ. ഇനിയല്ലേ ഇതിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ട് കൊല്ലണം. ഓക്കെ, 2 3. പിന്നെ ഒരു സാഡ് ന്യൂസ് ഉണ്ടായിരുന്നു. നമ്മുടെ 1.7K അടിച്ച ഹൗ ടു ഡൗൺലോഡ് മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് നൈസായിട്ട് ഇന്നൊന്ന് വയലേറ്റഡ് കണ്ടൻറ്റ് എന്നും പറഞ്ഞാൽ ചാമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ്. ഓക്കെ, സോ ആ വീഡിയോ ഡിലീറ്റ് ആക്കേണ്ടി വന്നു. ആ വീഡിയോ ഇപ്പോൾ തപ്പിയാൽ കാണൂല. ആ ഒരു സാഡ് വാർത്ത. ഓക്കെ, ഐ ഡോണ്ട് കെയർ. ഓക്കെ ഗൈസ്, ഐ ഡോണ്ട് കെയർ അബൌട്ട് ദീസ്. ഓക്കെ, ഇനി എന്താ കാണിച്ചു തരാൻ ബാക്കിയില്ല. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ ആ പൂട്ടിയിട്ട് 2 വില്ലേജറിനെ കാണിച്ചു തരാം. അവർക്ക് വിഷമാവില്ല അവരെ കാണിച്ചു കൊടുക്കാൻ എടുക്കുമ്പോൾ. നമുക്ക് എൻ്റെ മേലെ തുള്ളിക്കയറണം. വാശിയാണ് ഗൈസ്, വാശി. ഓക്കെ, നമുക്ക് പിക്കാക്സ് ബ്രേക്ക് ഇറ്റ്. ഓക്കെ, ഇതാണ് ആ 2 വില്ലേജർ. ഈ വീണ്ടും പൂട്ടിയിരുന്നു. ഞാൻ ഈ ഏരിയ വിട്ടങ്ങ് പോകാൻ പോവാണ്.
സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് അവർ വീഡിയോ ഗൈസ്. ഓക്കെ, സോ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ആണ്. സോ ഞാൻ 2 ഗോളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്തു, പിന്നെ വില്ലേജ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. ഓക്കെ, വില്ലേജ് അത്യാവശ്യം വലിയ വില്ലേജായിരുന്നു, പക്ഷേ വെറും ദാരിദ്ര്യവാസികളാണ് ഗൈസ് വില്ലേജിലുള്ളത്. സോ എപ്പം പറയുന്ന പോലെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. അതുവരെ ഒരു ബൈ.